വിളിക്കേണ്ട നമ്പർ 0475222368. ഇന്ന് നമ്മൾക്ക് പ്രോഗ്രാമിൽ അതിഥിയെത്തിയിരിക്കുന്നത് SN കോളേജ് സ്കൂളുകൾ കൈരകേരൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ശ്രീ എസ് എ ജോൺ സാറാണ്. സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ, നമുക്കിത് കാണാൻ സാധ്യതയുണ്ട് വിവിധ കുട്ടികൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പഠന മേഖല ചൂസ് ചെയ്യുന്നുണ്ട്. അതൊരു കാരണം എന്താണ്? നമ്മുടെ ഈ ഒരു മേഖലയിൽ കാണുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ചിന് പുറകെ പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിൽ പൊതുവെ ഈ കോഴ്സ് സെലക്ഷനിൽ കാണുന്നത്. മാതാപിതാക്കളാണ് പലപ്പോഴും കമ്പൽ ചെയ്തുകൊണ്ട് കുട്ടികളെ കോഴ്സുകളിലേക്ക് വിടുന്നത്. തീർച്ചയായിട്ടും അവരുടെ അഭിരുചിയാണ്. എപ്പോഴും നമ്മൾ +2 ആയിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിലും PG കഴിഞ്ഞിട്ടാണെങ്കിലും അവരുടെ തൊഴിൽ മേഖല കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥിയുടെ അഭിരുചിക്ക് അനുസൃതമായിട്ടാണ്. പക്ഷെ അവിടെ കണ്ടുവരുന്നത് കൂടുതൽ ശമ്പളം കിട്ടുന്നത്, അതിനൊക്കെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് പലപ്പോഴും കമ്പലിന്റെ പുറത്താണ് പലപ്പോഴും കോഴ്സിലേക്ക് വിടുന്നത്. അതിനുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നീട് ജസ്റ്റ് പാസ്സായ കുട്ടിയെ കൊണ്ട് ബിടെക്കിന് ചേർക്കുന്നു, പക്ഷെ അവർക്ക് അത് പഠിച്ചെടുക്കാനുള്ള കഴിവില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു കേരള ഹൈക്കോടതി വിധേയനുണ്ട് 30% പോലും വിജയശതമാനം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കൂട്ടണമെന്ന്. അപ്പൊ നോക്കാം, 100 കുട്ടികൾ കേരളത്തിൽ വിജയശതമാനം 100 കുട്ടികൾ എഞ്ചിനീയറിംഗ് ചേർന്ന് കഴിഞ്ഞാൽ ഒരു 30 കുട്ടികൾ മാത്രമേ പാസ്സാവുള്ളൂ, 70 പേരാണ് ഫെയിലാവുക. ഇവരുടെ അവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിക്ക് എന്താണോ താല്പര്യം, എഞ്ചിനീയറിംഗ് മെഡിസിനും മാത്രമല്ല തൊഴിൽ മേഖലകൾ, ഒട്ടനവധി തൊഴിൽ മേഖലകൾ, ഒരുപാട് സാധ്യതകൾ തൊഴിൽ മേഖലകളുണ്ട്. അതിലേക്ക് അവിടെ അഭിരുചിക്ക് അനുസരിച്ച് വിടണമെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശം. നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ വൈകാട്ടിയിലേക്ക് സ്വാഗതം. സാറിനെ സംസാരിച്ചോളൂ. ഹലോ പ്രസാദ്, ഞാനിപ്പോ +2